കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ പൂജയോ കണ്ണീ ചെയ്യും. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ പൂജയോ കണ്ണീ ചെയ്യും. വാക്കുടഞ്ഞാലും ഒടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാ മണ്ണല്ലയോ. വാക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാ മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമേനിക്കാൻ സുന്ദരമാ സൃഷ്ടിച്ച കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. ഹലോ, സ്തോത്രം. ഇതെന്നെ വളരെയധികം കഴിഞ്ഞ ആഴ്ചകളിൽ ടച്ച് ചെയ്തൊരു സോങ് ആയിരുന്നു. ഞാൻ ഇതുമായിട്ടിരുന്നു ആ കുശവൻ്റെ പണിയെക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഹസ്ബൻഡായിട്ട് സുജോച്ചാനെന്ന് മെസ്സേജ് പറയണമെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഭാഗം തന്നെ എടുക്കാനായിട്ട് ആഗ്രഹിച്ചു. ഞാൻ അതിനുവേണ്ടി കുറേ പ്രിപ്പയർ ചെയ്തു. നമുക്ക് വായിക്കാം. ഇരമ്യാവ് 18 അധ്യായം അതിൻ്റെ 4-ാം വാക്യം. കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ രീതികളിലായിരിക്കും സംസാരിക്കുന്നത്. കാരണം എൻ്റെ ദൈവം ലീഡ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം, ഇരുമേവനെ പഠിപ്പിച്ച രീതി, ഇപ്പോൾ കൃഷ്ണ മക്കളോടുള്ള ആലോചന, ഇതൊക്കെ പഠിച്ചപ്പോഴും ലിസ്റ്റ് ഇത് ബുക്കുകൾ മാറി മാറി എഴുതാൻ നോക്കി. ഇതൊക്കെ എഴുതി. പക്ഷേ ഇന്ന് വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ പറയുവാൻ എന്നെ ദൈവം അനുവദിക്കുന്നില്ല. ഇത് നിങ്ങളെ പ്രതി നിങ്ങൾക്കൊന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. ഇത് നമ്മളുടെ ഒരു ചെറിയ കാര്യങ്ങളായിരിക്കാം, എന്നാൽ ജീവിതത്തിൽ വിലയുള്ള ചില കാര്യങ്ങളായിരിക്കാം പറയാൻ പോകുന്നത്. എനിക്ക് തന്നെ അറിയില്ല, കാരണം ഞാൻ ഇന്ന് കോർപ്പ് കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ കയ്യിൽ മെസ്സേജിൻ്റെ നോട്ട്സ് ഒന്നുമില്ല. അത് എഴുതാനിട്ടല്ല, എഴുതിയപ്പോഴും അതിനെപ്പറ്റി പറയാനല്ല ദൈവം ഇന്ന് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാനിന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് ഈ മെസ്സേജ് വരുന്നത്. ഞാനും ആകാംക്ഷയിലാണ്. കുശവൻ്റെ പണിയെക്കുറിച്ച് നമുക്കറിയാല്ലേ. സത്യം പറഞ്ഞാൽ മെസ്സേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ എപ്പോഴും മെസ്സേജ് പറയുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ദൈവമേ ആഴത്തിൽ നീ എന്നോട് സംസാരിക്കണം, വളരെ മർമ്മമായ കാര്യങ്ങൾ എന്നോട് നീ സംസാരിക്കണം, പുതിയതായ കാര്യങ്ങളെ നീ എനിക്ക് വെളിപ്പെടുത്തി തരണം. ഈ ഒരു ആഗ്രഹത്തോടെ എപ്പോഴും ഞാൻ മെസ്സേജ് ഇരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ദൈവം എന്നോട് പറയുന്നത്, നമ്മൾ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന ചിലത് അതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. ജോസ്റ്റാൻ്റെ മെസ്സേജിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും അതിനൊരു രൂപഘടനയൊക്കെ കൊടുത്ത് അതിനൊരു ഹെഡിങ് ഒക്കെ കൊടുത്ത് പേരൊക്കെ എഴുതി ഞാൻ ചെയ്ത് ജോസ്റ്റാനെ പോലെ എനിക്ക് എന്താ സംസാരിക്കാൻ പറ്റാത്ത പാസ്റ്റർ മെസ്സേജുകൾ ഭയങ്കര ആഴത്തിലുള്ള വെളിപ്പാടുകളും കാര്യങ്ങളും അറിവുകളുണ്ട്. സിജോച്ചാൻ ഭയങ്കരമായ അറിവുകൾ. ഞാൻ നോക്കിയിട്ടേക്ക് എപ്പോഴൊക്കെ പോയിട്ട് ഈ അറിവുകൾ തട്ടിക്കൊണ്ട് വരുന്നത് എനിക്ക് ചിന്തിക്കാം. ജോസ്മിയുടെ മെസ്സേജ് ഭയങ്കര ക്യാപ്സുള്ള ടൈം മാനേജ്മെന്റ് മൈക്ക് കൈ കിട്ടിയാൽ വീഴുമോ എന്നുള്ള ഒരു പരിഹാസം എന്നെ പറ്റിയുണ്ട്. പലപ്പോഴും അത് മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ സംസാരിക്കണം. മറ്റുള്ള കാര്യങ്ങളിൽ പലപ്പോഴും എനിക്ക് സ്റ്റോപ്പ് ആക്കാറുണ്ട്, ഇത് നീണ്ടു പോകാറില്ല. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ ടൈം മാനേജ്മെന്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ജോസിന്റെ മെസ്സേജ് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഷോർട്ട് ആൻഡ് ക്യാപ്സുൾ എന്ന് ഞാൻ അതിനെ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അത് വേണം. ജോസിക്ക് ഭയങ്കര വിഷമമാണ് നമ്മളെപ്പോലെ നീട്ടി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദൈവം എന്നോട് അങ്ങനെ ഓരോത്തിനെ കുറിച്ചും ഇപ്പോൾ വേറൊരു രീതികളിൽ പറയാനാണെങ്കിൽ ഇവിടുത്തെ പല സഹോദരിമാരെയും പല ഗുണങ്ങളും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാനിത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെപ്പോലെ അവരെ പോലെ ആരും എന്നെ ആക്കിയിരിക്കുന്നു. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, എന്നെക്കുറിച്ച് ദൈവം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ ആക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നെ ആക്കിയിരിക്കുന്നത് എനിക്ക് സന്തോഷിക്കണം. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. യേശുവിൻ്റെ പണി അങ്ങനെയാണ്.
അവൻ ഇഷ്ടമുള്ള രീതിയിൽ, അവൻ ഇഷ്ടമുള്ള, അവൻ മനസ്സിൽ കാണുന്ന ഒരു ഇമേജിൽ നമ്മളെ ആക്കി തീർത്തിരിക്കുന്നു. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? എത്ര പേർക്ക് അവനവനായിരിക്കുന്നതിൽ, എത്ര പേർക്ക് തന്നെത്താൻ ഒരു സ്നേഹമുണ്ട്, വാല്യമുണ്ട്? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ തെറ്റായി നിങ്ങളെ പഠിപ്പിക്കുകയല്ല, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ദൈവനെ പഠിപ്പിച്ച കാര്യം ജീവിതത്തിൽ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വചനത്തിന് വിരോധമാണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയും നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ദൈവവചനം പറയുമ്പോൾ നീ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്ന് ചിന്തിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു, നമ്മിൽ സ്നേഹം നിറഞ്ഞാലേ, നാം നമ്മെ തന്നെ സ്നേഹിച്ചാലേ, അത് നമ്മളിൽ നിറഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. എന്താണോ നമ്മളിൽ നിറയുന്നത് അതാണ് നമ്മൾ പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സമാധാനം കൊടുക്കുമെന്ന് എന്ന് പറയുമ്പോൾ നമ്മളെ സമാധാനം നിറഞ്ഞാലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ, അല്ലേ? അതെ. അപ്പൊ നാം നമ്മെ തന്നെ സ്നേഹിക്കാതിരുന്നാൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും? നാം നമ്മെ തന്നെ സ്നേഹിക്കേണ്ടത് ഒരിക്കലും സെൽഫിഷ് മൈൻഡോടെയല്ല. നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നും നമുക്കായി അവൻ കണിഞ്ഞുകൊണ്ടിരിക്കുന്നെന്നും അവന്റെ കയ്യിലാണ് അവന്റെ ചക്രത്തിൽ നമ്മൾ മാറിയിട്ടില്ല. അവന്റെ ചക്രങ്ങളിൽ അവന്റെ കൈകൾ തൊട്ടുകൊണ്ട് അവന്റെ പദ്ധതിക്കായി പണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സ്നേഹവും തലോടലും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഈ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? ഉടഞ്ഞു പോകാറുണ്ട്, പൊട്ടിപ്പോകാറുണ്ട്. ചിലപ്പോൾ പണിഞ്ഞ് ഇങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് വന്ന് അപ്പൊ ആ കളിമണ്ണ് വിചാരിക്കും, ഉയർച്ചയൊക്കെ വരുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട്, തീരാറായി എന്ന് ചിന്തിക്കുമ്പോൾ ഒരൊറ്റ അടി അതോട്, അല്ലേ? ചിലവർ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയാ പണിയുന്നതെന്ന്. എന്നാൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഒരൊറ്റ അടി അടിക്കുന്നു താഴോട്ട്. എന്നിട്ട് പിന്നെയും ഒന്ന് പണിഞ്ഞു വരും. കാരണം വേറൊരു പദ്ധതിയാ മനസ്സിൽ കിടക്കുന്നേ. അത് ആ ഉണ്ടാക്കുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താണ്, ഏതിലോട്ടാണ് ഇത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുക. അപ്പൊ അങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അവിടെ തളരാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്നതിൽ ഉടഞ്ഞു പോകുമ്പം ചിലപ്പോൾ കാണും, നമുക്ക് സ്വയം തോന്നും, അയ്യോ ഞാൻ എന്താ അപ്പുറത്ത് പണിഞ്ഞു വെച്ച ഒരു പാത്രം കാണും. അത് കാണുമ്പോൾ തോന്നും അത് ഭയങ്കര മനോഹരമാണ്, പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ? എത്ര പേര് എത്രയൊക്കെ സാഹചര്യങ്ങളിൽ അവനവനെ തന്നെ കുറ്റം പറയുന്നു. ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരുമേ പരിഹാസം പറയാൻ പഠിച്ചിട്ട് സ്വയമായിട്ട് പരിഹസിക്കുന്നവരുണ്ട്. അതും ചെയ്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ അറിവില്ലായ്മയിൽ. പക്ഷേ നമ്മുടെ രൂപഗണത്തിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, നമ്മുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകാം. നമ്മൾ ആരും മറ്റുള്ളവരെ പോലെ അല്ല. നമ്മളെപ്പോലെ ആരെ കാണും? നമ്മളെ കാണും. ഞാൻ എന്ന വ്യക്തിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് എൻ്റെ മേൽ വെച്ചിരിക്കുന്ന പദ്ധതി പ്രകാരമാണ് എന്നെ ആക്കിയിരിക്കുന്നത്. എനിക്കൊരിക്കലും വേറൊരു വ്യക്തിയെ കണ്ടിട്ട് എനിക്ക് അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. നമുക്ക് ചില നല്ല ഗുണങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ ഒരിക്കലും നമ്മെ സൃഷ്ടിച്ച ദൈവത്തോട് എന്തിനാ നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കാൻ പാടില്ല. അത് നമ്മുടെ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മുടെ സൃഷ്ടാവിനെ, നമ്മുടെ ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്. ഇതെന്താ എനിക്ക് ഇങ്ങനെ, അറിയാതെ പറയാവോ അല്ലേ? എന്റെ മുടി എന്തൊരു ഷോർട്ടാ, ഇതെന്താ ഇങ്ങനെ കെയർ ചെയ്യാൻ. ചില നമ്മുടെ ആ ഒരു നോർമൽ ടോക്കിങ് പറഞ്ഞിരുന്നു, വലിയൊരു മെസ്സേജും ഭയങ്കരമായ കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ നിത്യജീവിതത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെന്താ ഞാനിങ്ങനെ, അയ്യോ അവർക്ക് എന്ത് നല്ല മുടിയാവളെ, അതെന്താ എനിക്കില്ലാത്ത, നീ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അവരെന്താ അങ്ങനെ ഇരിക്കുന്നത്? ഇതും നമ്മളെ കുറിച്ചും പറയും. നിങ്ങളൊക്കെ പറയത്തില്ലായിരിക്കാം, എന്നാ മറ്റുള്ളവരെ കുറിച്ചും ഇത് പറയാം. ആദ്യം കണ്ട എന്തുകൊണ്ട്, സുഖമാണോ, നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് ഇംഗ്ലീഷുകാർ പറയുമ്പോൾ മലയാളികൾ ഇതാണ് വല്ലാതെ തടിച്ചൊക്കെ വല്ലാതായി പോയല്ലോ, ഇതെന്താ ഇത്രയും മെലിഞ്ഞിരിക്കുന്നത്, വീട്ടിലൊന്നും കഴിക്കാൻ കിട്ടത്തില്ലേ? ഞാൻ നമ്മുടെ മലയാളികളെ എത്തി കാണിക്കുകയല്ല, പക്ഷെ നമ്മുടെ വായിൽ നിന്ന് ആദ്യം വരേണ്ടത് ഇതല്ല. ആ മുറിവ്, ആ വ്യക്തികളിൽ നമ്മൾ ബോഡി ഷെയിം ചെയ്യരുതെന്ന് പലയിടത്ത് ഇപ്പം പല ക്യാമ്പയിൻസും പറയുമ്പോൾ നമ്മൾ അറിയാതെ ശീലിച്ചത് പറയുന്നതാണ്. ഇതെന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്,
ചിലവർ സ്വയമായിട്ട് പറയാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ എപ്പോഴും തിരുത്താറുള്ള ഒരു കാര്യമാണ്. ഓ ഇവരെയൊക്കെ എത്ര ഭംഗിയായിട്ട് ദൈവം സൃഷ്ടിച്ചാൽ ഭംഗിയുള്ളതെന്ന് അവരുടെ കണ്ണിൽ കാണുമ്പോൾ തോന്നുന്ന വഴി പറയും. എന്നെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉറങ്ങുകയായിരുന്നു തോന്നുന്നു. ദൈവം ഒരിക്കലും ആരെയും സൃഷ്ടിക്കുമ്പോൾ ഉറങ്ങിയെന്ന് അതല്ല. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന, ക്ഷമയോടെ നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു മിനിറ്റ് പോലും നമ്മുടെ അടുത്തുനിന്ന് ദൃഷ്ടിയോ കണ്ണോ ആ കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. അത്രയും കൂടെ ഇരുന്ന് ചേർന്നിരുന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താ? മറ്റു പലതിനെ നോക്കിയിട്ട് നമ്മൾ പരാതി നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റു പലതിലേക്ക് നമ്മൾ ഉപമിച്ചുകൊണ്ടിരിക്കുക. നമ്മളായിരിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറയണം. നമ്മളായിരിക്കുന്നത് ദൈവത്തിന് സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ സ്നേഹിക്കണം. ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങണം. നമ്മുടെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ദൈവമേ, ഞാനായിരിക്കുന്നതിൽ, എന്നെ സ്നേഹിക്കുന്നതിൽ, എന്നെ രക്ഷിച്ചത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു, ഞാൻ എന്നെയും സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ, ആ വചനത്തെ എന്നിട്ട് വായിച്ചു തുടങ്ങുമ്പോൾ, അല്ല ദൈവത്തിനൊരു സ്തുതിയോടെ ഒരു ഗാനമൊക്കെ പാടി തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിലുള്ള ആ ഒരു നന്മയുണ്ടല്ലോ, ആ സ്നേഹവും ആ പോസിറ്റീവും ദൈവത്തിന്റെ സ്നേഹവും എല്ലാം നിറവും നമ്മൾ പോകുന്നിടത്ത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്നു. നമ്മുടെ ലൈഫ് നമ്മൾ പറയണം. പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് മടിയാണ്. അത് സ്വയമായിട്ടും ചെയ്യില്ല, മറ്റുള്ളവരെയും ചെയ്യില്ല. പക്ഷെ അത് മാറ്റണം. ആദ്യം സ്വയമായിട്ട് നമ്മുടെ ലൈഫിൽ ഞാൻ പണ്ടൊക്കെ അമ്മയിലേക്കും വെറുതെറാപ്പി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴൊക്കെ അതൊക്കെ മാറിപ്പോയി. എന്നാലും ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം. നമ്മളെ സൃഷ്ടിച്ചതേ നമുക്ക് മൂടിയിലായിരിക്കാം, കഷണ്ടിയായിരിക്കാം. പക്ഷെ അതിനൊരു ഐഡന്റിറ്റി ഉണ്ട്. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റി. ഞാൻ പറഞ്ഞത് എനിക്ക് കഷണ്ടി കേട്ടോ, നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട. അപ്പൊ അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റിയാണ്. നമുക്ക് നീളം ഷോർട്ടായിരിക്കാം, നീളം ഭയങ്കര കൂടുതലായിരിക്കാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. നമ്മുടെ സ്വഭാവങ്ങളിൽ, സംസാരങ്ങളിലൊക്കെ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം. പോരായ്മകൾ എന്ന് ഞാൻ പറയുന്നത് അഹങ്കാരത്തിൻ്റെതായ അല്ലെങ്കിൽ മറ്റുള്ളതായ നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുന്ന ചില കാര്യത്തെ പറ്റിയല്ല. ജന്മന നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് നമ്മൾ ദൈവത്തെ നന്ദി പറയണം. നമ്മളായിരിക്കുന്നത് ദൈവത്തോട് നമുക്ക് എപ്പോഴും നന്ദി ഉണ്ടായിരിക്കണം. ദൈവം എനിക്ക് പകരം വെക്കാൻ വേറൊരാളില്ല ദൈവത്തിന്. അവൻ നമ്മെ അവന്റെ ഉദ്ദേശത്തിനായിട്ട് പണിതുകൊണ്ടേയിരിക്കുന്നു. ഇനി ഈ പണിയുടെ കാര്യം പറയുമ്പം എല്ലാത്തിനും പണിഞ്ഞുകൊണ്ട് വരുമ്പം വെറുതെ ഒരു ഒറ്റ അടിക്കുമ്പോൾ പണിത് തീർക്കുവാണ്. അല്ല, ഇത് ഭയങ്കര വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. എത്രമാത്രം ആ കളിമണ്ണ് ആ രൂപം ഉണ്ടാക്കാനായിട്ട്, അല്ലെ ആ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് വഴങ്ങുന്നോ അത്രയും നേരം തന്നെ, അത് വഴങ്ങാത്തിടത്തോളം കാലം അത്രയും നേരം തന്നെ അതിനെടുക്കും. ഭയങ്കര ക്ഷമയോടെയാണ് ആ പണി ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഒരു കണ്ണ് മാറ്റിയാൽ ഈ സാധനം ചീത്തയായി പോകും. അപ്പൊ അത്രയും ശ്രദ്ധയോടെ വെച്ചിട്ടാണ് ആ കൃഷ്ണൻ അത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയെ ദൈവം പരിപാലിക്കുന്ന വിധം അങ്ങനെയാട്ടോ. ഇനി ഇതിനകത്തുണ്ടല്ലോ, ഇതൊക്കെ ആദ്യം ഈ കളിമണ്ണ് എടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടൊന്നും ഒരു കാര്യവും ചെയ്യാതെ അങ്ങ് പണിയൊന്നുമല്ല. അതിൻ്റെ കല്ലും ഇടർച്ചയായി കിടക്കുന്ന ആ ഒരു എന്താ പറയുന്നത് കമ്പുകളും കാര്യങ്ങളും ഒക്കെ മാറ്റി അവിടെ ചോദിച്ച് അതങ്ങ് നന്നായിട്ടങ്ങ് ഉടയ്ക്കും. ഭയങ്കര പ്രോസസ്സിങ് കേട്ടോ. ഈ പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. നമ്മളെ ദൈവം ചില സമയത്ത് ഉടക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ചില സമയത്ത് ദൈവം നന്നായിട്ട് ഉടയ്ക്കും. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷെ ചിന്തിക്കുക, ആ ഉടക്കലും ആ ചവിട്ടി മെതിക്കലോ അല്ലെങ്കിൽ ആ തല്ലും ഒക്കെ എന്തിനാണെന്നറിയോ? അവന്റെ കണ്ണിൽ ഒരു വലിയ ഇമേജ് ഉണ്ട്. അവൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ നിറഞ്ഞ പാത്രമുണ്ട്, ഉപകാരപ്പെടുന്ന ഒരു വസ്തുവുണ്ട്, അതിലേക്ക് എത്തിക്കാനാണ്. ഇതറിയാതെ കളിമണ്ണായ നമ്മൾ വിചാരിക്കുന്നത് എന്തൊരു കഷ്ടതയാണ്, ഇതെന്തൊരു പ്രയാസമാണ്, എത്ര വെച്ചിട്ടാ ഇതിങ്ങനെ സഹിക്കുന്നത്, എത്ര അടിയിടിയും നീക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആവശ്യമില്ലാത്തതിനെയൊക്കെ നമുക്ക് നീക്കിക്കൊണ്ടിരിക്കുക ഏറ്റവും മനോഹരമായ പണിക്ക് വേണ്ടി. അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ പണിഞ്ഞോട്ട് വന്ന ആശ്വാസമായി എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒരൊറ്റ അടിക്ക് താഴോട്ടം കൂടും. അപ്പോഴും വിചാരിക്കും തീർന്നില്ലേ, കഴിഞ്ഞില്ലേ. വിഷമിക്കണ്ട, നമ്മുടെ ഉദ്യോഗം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കാര്യങ്ങൾ നമ്മളോടുണ്ട്.
നമ്മളെ വിട്ടിട്ട് അല്ലെങ്കിൽ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് എറിഞ്ഞ് കളയത്തില്ല. ഒരിക്കലും എറിഞ്ഞ് കളയാതെ ഒരാള് നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ്, നമ്മളെ സൃഷ്ടിക്കുന്നവനാണ്. നമ്മളെ നശിപ്പിച്ച് ഇത് കൊള്ളില്ല, ഈ കളിമണ്ണ് കൊള്ളില്ല, അന്ന് ഓട്ടെ എന്നും പറഞ്ഞിട്ട് എറിഞ്ഞ് കളയത്തില്ല. ആ ചക്രത്തിൽ വീണ്ടും വീണ്ടും ഇട്ട് ആ കരകൾ കൊണ്ട് വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും നിസ്സാരന്മാരല്ല, നമ്മൾ ഒരിക്കലും വിലയില്ലാത്തവരല്ല. സ്വയം നമ്മളോട് പറയണം. ഇന്ന് ചിലപ്പം മറ്റു മനുഷ്യർക്ക് കാണുവാൻ പറ്റാത്ത ചില അവര് നമ്മളെ പറ്റി കുറ്റം പറഞ്ഞിരിക്കാം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇപ്പം നമ്മളെ കുറ്റം പറയാൻ പിശാച് പലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മറ്റു പലരും ഇത് കേട്ടോണ്ടിരിക്കും. പക്ഷെ നമ്മളെ പറ്റി നന്മ പറയാൻ ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മെ സൃഷ്ടിച്ചവൻ ആരാണ്? ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് പറയണം? നന്മ പറയണം. കഴിഞ്ഞ ആഴ്ച കേട്ട മെസ്സേജ് പോലെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ നന്മ ചിന്തിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ പറ്റി നന്മ പറയാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുന്നത് നമുക്ക് നമ്മളിലും തൃപ്തിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം, മറ്റുള്ളവൻ അത് പിശാചായവൻ അപവാദിയായവൻ മറ്റുള്ളവരെ താഴ്ത്താൻ വേണ്ടി നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ പറ്റി നമ്മൾ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ, അവരെ പറ്റി നമ്മൾ മോശം പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം. ഓരോ സമയത്തും നമ്മുടെ സഹോദരങ്ങളെ പറ്റി ആയിക്കോട്ടെ, വേറെ വ്യക്തികളെ കുറിച്ചായിട്ട് ആരെ കുറിച്ച് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, അത് പിശാചിന്റെ ആയുധമായിട്ട് മാറുകയാണ് നമ്മൾ. പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയെ കുറിച്ചും വിധിപ്പാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ പറ്റിയും കുറ്റം പറഞ്ഞ് അവരെ അതല്ല, ചില കാര്യങ്ങളുണ്ട്. ശരി, വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു വ്യക്തിയെ കുറിച്ച് നിനക്കൊരു കുറവായിട്ട് അറിയുന്നുവെങ്കിൽ നീ അവരുടെ മുന്നിൽ ചെന്ന് നേരിട്ട് അവനോട്, അതാണ് സ്നേഹത്തിന്റെ ഭാഷ. അതല്ലാതെ മറ്റുള്ളവർക്ക് നിന്ന് പുറകിൽ നിന്ന് സംസാരിച്ച് ആ അപവാദം തീ കത്തിക്കുന്നത് പോലെ പടർത്തുന്നത് ഒരിക്കലും നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ ആയുധങ്ങളല്ല, അത് ദൈവത്തിന്റെ പണിയുമില്ല, അത് പിശാചിന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ അവന്റെ വഞ്ചനയിൽപ്പെട്ടു പോവുകയാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മെക്കുറിച്ച് നന്മ പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ, നമ്മൾ നമ്മളിൽ തന്നെ നന്മകൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെയും നന്മ കണ്ടു തുടങ്ങും. ദൈവം അത് ആഗ്രഹിക്കുന്നത്. കാരണം അവനൊരിക്കലും മോശമായിട്ടൊന്നിനെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം ഒരിക്കലും മോശമായിട്ടൊന്നിനെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ നമുക്ക് ആ റൈറ്റ്സ് കിട്ടുക? അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ വിധിക്കാൻ കഴിയും, പക്ഷെ നാളെ ആ വ്യക്തി നന്നാകും. ദൈവത്തിന്റെ പദ്ധതിയിൽ അവൻ ഏറ്റവും മുന്നിലെത്തും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഏറ്റവും ശ്രേഷ്ഠനായിട്ട് മാറും. നാം നമ്മെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക. നമ്മൾ ശ്രേഷ്ഠന്മാരാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ നല്ല പണിക്കായിട്ട്, നല്ല മനോഹരമായ രൂപങ്ങളാക്കുവാൻ, പ്രയോജനമുള്ളവരാക്കാൻ നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെ പറ്റി വിശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു, ഓരോ വ്യക്തികളും അവന്റെ കൈപ്പണിയാണ്. ഓരോ വ്യക്തികളെ അവൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓരോ വ്യക്തികളെ അവൻ തലോടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് അടിയുള്ളത് പോലെ തന്നെ എന്തുണ്ട്? തലോടലുകളുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ആശ്വാസകരമായ കരങ്ങളുടെ തലോടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും അടിച്ചടിച്ചടിച്ച് മാത്രം കളയുന്നവനല്ല നമ്മുടെ ദൈവം. ചെറിയ അടികളൊക്കെ തരത്തുള്ളൂ. നമുക്ക് സഹിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരത്തില്ല. നമുക്ക് സഹിക്കാൻ കഴിയുന്നത്, ഒരു പ്രയാസം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള കൃപയും കൂടി തന്നിട്ടേ ദൈവം നമ്മുടെ ദൈവം ആ കൃപ നമുക്ക് അയച്ചിരിക്കും. ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു പ്രോസസ് ഉണ്ട്. ഈ സാധനത്തെ കൊണ്ടുവന്നിട്ട് തീച്ചൂളയിലിടുന്ന അവസ്ഥ. പണിയെല്ലാം രൂപമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, പണി കഴിഞ്ഞു, എൻ്റെ കാര്യങ്ങളാ ഓക്കെ ബെറ്ററായി, പണി കഴിഞ്ഞു, ഇനി എനിക്കങ്ങ് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കാം ആ തീച്ചൂളയിലോട്ട് എടുത്തു വെക്കുന്ന അനുഭവം. ഇതുവരെ കിട്ടാ അടിയോ ഇടിയൊന്നും അല്ല. അന്നേരം തീച്ചൂളയുടെ അനുഭവം ആർക്കും ഇഷ്ടമല്ലേ? പക്ഷെ തീച്ചൂളയുടെ അനുഭവമാണ് നമ്മളെ നിലനിർത്തുന്നത്. തീച്ചൂളയുടെ അനുഭവം ഇത് വല്ലാതെ വേറെ തീച്ചൂളയിലിടാൻ, അല്ലാതെ തീയുടെ ആ ഒരു കാഠിന്യം ഒന്നും ഇല്ലാതെ അത് കൊണ്ടുവന്ന് വെച്ചാല് പെട്ടെന്ന് പൊട്ടിപ്പോവും, നിലനിൽപ്പില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോവും. അതിനാണോ ദൈവം നമ്മളെ ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവന്ന് പണിഞ്ഞ്, ഇത്രയും ക്ഷമയെടുത്ത് പണിഞ്ഞു കൊണ്ടുവന്നത്? എത്ര വർഷങ്ങളാ ഓരോരുത്തരെയും മുന്നിൽ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ അല്ലേ? ജീവിതാവസാനം വരെയും ദൈവം നമ്മളെ പണിയും കേട്ടോ. ആ പദ്ധതി ദൈവം അന്ന് വരെയും ചെയ്തുകൊണ്ടിരിക്കും. തീച്ചുളയിലേക്ക് പോകുമ്പോൾ ആരും വിഷമിക്കണ്ട. തീച്ചുളയുടെ അനുഭവം വളരെ നല്ലതാണ്.
ടീച്ചറുടെ അനുഭവത്തിൽ ദൈവത്തിന് നന്ദി പറയുക. കാരണം ദൈവം നമ്മെ ഏറ്റവും അധികമായി നിലനിൽപ്പാൻ, പൊട്ടിപ്പോകാതിരിക്കാൻ, ഏറ്റവും സ്ഥിരതയോടെ ഇരിക്കുവാൻ തക്കവണ്ണമാണ് തീച്ചുളയിൽ ഇടുന്നത്. തീ ഏറ്റാലും പിന്നെന്താണ്, എത്ര ഇതിൽ കൂടെ നമ്മൾ പറയാറുണ്ട്, മലയാള ഭാഷ പറയാറുണ്ട്, വെയിലത്ത് മുളച്ചത് ചൂടത്ത്, അല്ലെ, ചൂടത്ത് മുളച്ചത് വെയിലത്ത് പാടില്ല, അല്ലെ, തീ കുരുത്തത് വെയിലത്ത് പാടില്ല. ഇതൊക്കെ നന്നായിട്ടാണ് ഞാൻ നന്നായിട്ട് ചിരിച്ചു. അപ്പൊ തീയിൽ കൊണ്ടുവരുന്നതിന്റെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെ, തീയിൽ കൊണ്ടുവന്ന് നമ്മളെ പണിയുന്നത് എന്ന് പറയുന്നത് നമ്മൾ പൊട്ടിപ്പോകാതിരിക്കാനാണ്. ആ തീയുടെ അനുഭവത്തിൽ വന്നതുണ്ടല്ലോ, പിന്നെ വേറൊന്നും നിസ്സാരമായിട്ട് തോന്നത്തുള്ളൂ. തീ കൂടെ പോകുന്നവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ടീച്ചുകളുടെ അനുഭവത്തിൽ പോകുന്ന അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ നന്നായി പണിയുന്നു. നമ്മൾ പൊട്ടിപ്പോകാതിരിക്കാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന സ്ഥിരതയെ നൽകിക്കൊണ്ട് അവൻ നമ്മെ പണിയുന്നു. സ്ഥിരത വഴുക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. വളരെ നല്ല അനുഭവം. കയറി പോകാൻ നമുക്ക് പ്രയാസമായി തോന്നിയാലും അത് വളരെ നല്ല അനുഭവമാണ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. അങ്ങനെ കൊണ്ടുവന്ന് എന്താണ് ഏറ്റവും മനോഹരമാക്കി നമ്മളെ ദൈവം തീർക്കുന്നു. ആർക്ക് സന്തോഷമില്ല? ആർക്ക് സന്തോഷമില്ല? നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ്, ദൈവത്തിന്റെ കൈകളിലാണെന്നുള്ള ചിന്ത നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല. നിങ്ങളെ ഏറ്റവും മനോഹരമായി ദൈവം പണിയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ സന്തോഷം വരുന്നില്ല? ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത്രയും വാല്യൂ ഉള്ള ആളാണോ? എന്നെ ദൈവം എത്ര നന്നായി സ്നേഹിക്കുന്നു, എത്ര മനോഹരമായിട്ടാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര സ്ഥിരതയോടെ നിർത്താനാണ്. കഷ്ടങ്ങൾ സാരമില്ല, ടീച്ചറുടെ അനുഭവം സാരമില്ല, അതിനൊരു റിസൾട്ട് ഉണ്ട്. ഇന്നത്തെ ഈ ടീച്ചറുടെ അനുഭവം നാളെ പ്രശോസിക്കുന്നതാണ്. മറ്റുള്ളവർ സന്തോഷിക്കുവാനുള്ള ആയുധമാക്കി ദൈവം നമ്മളെ മാറ്റുകയാണ്, മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി മാറ്റുകയാണ്. അല്ലാതെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിന് അവിടെ കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ? ഇത് കേട്ടില്ലെങ്കിലുള്ള അനുഭവം എന്താണ്? പ്രയോജനപ്പെടാൻ പോകില്ല. അതുകൊണ്ടാണ് പ്രയോജനപ്പെടുത്തി എടുക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഏറ്റവും നല്ല പണി നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ എല്ലാ അനുഭവങ്ങളും ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. നമ്മളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും വീഴ്ചയിലേക്കൂടെ വിടുത്തുന്നതും ശോധനപ്പെടുത്തുന്നതും മുറിവ് കെട്ടുന്നതും എല്ലാം എന്താണ്? ദൈവത്തെ സ്തുതിക്കുവാനുള്ള അനുഭവങ്ങളാണ്. നമുക്ക് ഇതിനകത്തൊരു കുറ്റം ദൈവത്തോട് പറയുവാനില്ല. അത് നമ്മൾ ചെയ്യുന്ന പോഷത്വമായിരിക്കും. യെശയ്യാവ് 64:8, റോമർ 9:20-21 ഈ വാക്കുകളിൽ എടുത്തവർക്ക് വായിക്കാം. എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനിയുന്നവരുമാക്കുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. ഹല്ലേലൂയ. റോമർ 9:20-21. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നത് നീയാണ്. വരഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുന്നു. അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിലും മറ്റൊരു പാത്രം അപമാനത്തിലും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ല. സ്തോത്രം. ഞാൻ ആദ്യത്തെ വാക്യത്തിൽ ചോദിച്ചത് എന്താണ്? മനുഷ്യനോട് നമ്മൾ ചോദിക്കുന്നു, പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ ചോദിച്ചു പോകാറുണ്ട്. അമ്മ മെലിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചോദിച്ചു പോകാറുണ്ട്, ഇതെന്തിനാണ്? പക്ഷെ അത് ചോദിക്കുന്ന എന്താണ്? പോഷത്വമാണ്. അങ്ങനെ ചോദിക്കാൻ കളിമണ്ണായിരിക്കുന്ന നമുക്ക് എന്തില്ല? നമുക്ക് റൈറ്റ്സ് ഇല്ല. കാരണം അവൻ നമ്മെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ പിതാവല്ലയോ എന്ന് നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു. അവൻ നമ്മെ മെനഞ്ഞവനാണ്, അവൻ നമ്മുടെ പിതാവാണ്. സകലതും അറിഞ്ഞു നമുക്ക് വേണ്ടി നമ്മൾ പിണ്ടാകാരമായിരുന്നപ്പോൾ പൊന്നെ തന്നെ തൻ്റെ കണ്ണാ കണ്ട് നമ്മെ സൃഷ്ടിച്ചു, നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പിതാവ്, നമ്മെ ഒരു നിമിഷം പോലും ഉടഞ്ഞു പോകാതെ, നമ്മുടെ മുന്നിൽ നിന്ന് കണ്ണ് മാറ്റാതെ, നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് കരങ്ങൾ മാറ്റാതെ സദാ നേരം അതിനെ നോക്കിക്കൊണ്ട് അത്ര പരിപൂർണതയോടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവം, അത്രയും സ്നേഹവാനായ ദൈവം നമ്മളുടെ കൂടെയുള്ള നമുക്ക് ഒന്നിനെ കുറിച്ചും പരാതിപ്പെടുവാനില്ല, നമുക്ക് ഒന്നിനെ കുറ്റപ്പെടുത്തുവാനില്ല.
നമുക്ക് നമ്മളെ തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ വേറൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ 2 കൊരിന്ത്യൻസിൽ വായിക്കുന്നുണ്ട്, ഈ മൺകൂടാരത്തിലല്ലോ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത്. ഉയർത്തുവാൻ തക്കവണ്ണമായ അത്യന്ത ശക്തിയെ എന്തിന്റെ അകത്താണ്? ഈ മൺകൂടാരത്തിലേക്കാണ് പകർന്നു വന്നിരിക്കുന്നത്. ദൈവം വസിക്കുന്നത് ആലയം ഈ മൺകൂടാരത്തിന്മേലാണ്. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ മൺകൂടാരത്തിന്മേലാണ്. ദൈവം ഈ ലോകത്ത് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, തന്റെ ആത്മാവിനെ എവിടേക്കൊക്കെ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആരെയൊക്കെ തൊടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തൊക്കെ പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെയും ഈ മൺകൂടാരമായ നമ്മുടെ ശരീരത്തിലാണ് പകർന്നിരിക്കുന്നത്. എത്ര പേർക്ക് അത് വിശ്വസിക്കട്ടെ? നമ്മുടെ വാല്യൂ അതാണ്. നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ഒന്നുമല്ല. അങ്ങനെ ചിന്തിക്കുവാൻ ഇടയാകരുത്. ഈ മൺകൂടാരത്തിന്മേൽ അവൻ അത്യന്ത ശക്തിയെ പകർന്നിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ടോ മറ്റുള്ളവർ അനുഭവിക്കാത്ത ആ ഒരു ദൈവിക കൃപ നമ്മൾ അനുഭവിക്കുന്നത്? നമുക്ക് വ്യക്തമായിട്ടും ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും. നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന പലതും നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് പലതും മനസ്സിലാക്കി തരുന്ന ഒരു ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവും ഉണ്ട്. നമ്മളോട് കൃത്യമായി നമുക്ക് വഴി പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞിരിക്കുന്നു. അഭിഷേകം നിറഞ്ഞ് നമ്മൾ പലപ്പോഴും മനുഷ്യനും ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ പ്രവൃത്തികളെ ചെയ്യുന്നു. പലപ്പോഴും സുവിശേഷത്തിന്റെ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത പാതകളിൽ കൂടെ ദൈവം നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളും ചിലപ്പോൾ ചില വ്യക്തികൾ നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ ദൈവം നമ്മളെ ഭയങ്കരമായിട്ട് ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ല, നീ അവിടെ പോകണം, അത് ചെല്ലണം. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും, നമുക്ക് പോയി ഉറങ്ങാനായിരിക്കും ഇഷ്ടം. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കാരണം നമ്മുടെ ഈ മൺകൂടാരത്തിന്മേൽ പതിഞ്ഞിരിക്കുന്ന പകർന്ന് അനുഭവിച്ച് വെച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവാണത്. എത്ര പേർക്ക് സന്തോഷിക്കാൻ നമ്മുടെ അഭിഷേകം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയണം കേട്ടോ. അത് വെറുതെ മൂടി വെക്കുവാനുള്ളതല്ല. നമ്മൾ ആഗ്രഹിച്ച അധികമായി ഈ അഭിഷേകം നിറഞ്ഞു വരുവാനിടയായി തീരും. വേറൊരു കുറവുകളും അതിന് തടസ്സമല്ല. അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിന്റെ അളവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ചിന്താഗതി വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ അധികമായി ദൈവം പകർന്നുകൊണ്ടിരിക്കും. എത്ര നാളായി ഒരു കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട്? എത്ര നാളായി നമ്മൾ ഒരു പൊതു പ്രയോജനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ആത്മീക നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രകാശിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്? എത്ര നാളായി ഞാൻ ദൈവമേ നിന്റെ കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് ഞാൻ, നിന്റെ ഇഷ്ടപ്രകാരം എന്നെ ഒന്ന് മണിയണമേ, എന്നെ ഒന്ന് മെനയണമെന്ന് ആഗ്രഹിച്ചിട്ട്, നിന്റെ ഇഷ്ടപ്രകാരം എന്നെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ട് എത്ര നാളായി? നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ചിന്തിക്കാത്ത പ്രവർത്തികൾ നമ്മളെ കുറിച്ച് ചെയ്യുവാനുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ദൈവിക ശക്തി എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഞാൻ വിചാരിച്ചു ഇത് പാസ്റ്റേഴ്സിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ പെന്തക്കോസ്ത് ഒരു വിശ്വാസത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത് എനിക്ക് ലഭിക്കുകയില്ലെന്ന്. കാരണം നന്നായി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്നു ബൈബിൾ പറയുവാനുള്ള, എനിക്ക് പെന്തക്കോസ്തുകാരോട് ചോദിക്കുവാൻ ഇഷ്ടമില്ലായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് സഭയിലായിരുന്നു. അതുകൊണ്ട് ഓർത്തഡോക്സുകാരോട് ചോദിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ദൈവമേ മനുഷ്യനോട് ഞാൻ ചോദിക്കില്ല, പക്ഷെ ഞാൻ ഈ വചനത്തെ വിശ്വസിക്കുന്നു. ഇതിൽ കൂടെ എനിക്കുള്ള ക്വസ്റ്റ്യൻസ് നീ ആൻസർ തരണം. ഞാൻ 100-150 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ട് ഞാൻ വചനം വായിക്കുവാൻ തുടങ്ങി. ഊണില്ല, ഉറക്കമില്ല, എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ മുറി അടച്ചിട്ടിട്ട് വായനയാണ്, കണ്ടിന്യൂസ് വായന. എനിക്ക് വേറെ ഒന്നിലോട്ട് പോകാൻ താല്പര്യമില്ല. എനിക്ക് ഇതിന്റെ സത്യം അറിയണം. അത്രത്തോളം ദൈവാത്മാവ് എന്നെ അതിലേക്ക് പിടിച്ചിരുത്തി. എനിക്ക് ഓരോ എൻ്റെ ചോദ്യത്തിനുള്ള ആൻസറും ഒരാളിരുന്ന് പറഞ്ഞു തരുന്നത് പോലെ ഈ വചനത്തിൽ നിന്ന് ദൈവാത്മാവ് എന്നെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ എനിക്ക് ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും ഇങ്ങനെ വെട്ടിട്ട് എൻ്റെ ചിന്തകളെ മാറ്റിക്കൊണ്ടേയിരുന്നു. പുതിയ നിയമത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം ഞാൻ ആ റൂമിൽ, അതായത് രക്ഷിക്കപ്പെട്ട് ഒരു 2 ആഴ്ച പോലും ആയിട്ടില്ല, 2 ആഴ്ച എടുത്തിട്ടുള്ള ഈ പുസ്തകം മുഴുവനായിട്ട് വായിക്കുക. അപ്പം അതിൻ്റെ ഒരു മധ്യത്തിൽ വെച്ചിട്ട് ഞാൻ അഭിഷേകത്തെ നിറയുവാനിടയായി തീർന്നു. ഞാനൊരു സഭയിൽ പോയിട്ടില്ല, ഒരാളും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഇത് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ അതിന് ഭയങ്കര അഭിഷേകത്തെ നിറയുവാനിടയായി തീർന്നു. ഞാൻ വിചാരിച്ചൊരു സത്യമാണ്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ട് കൂടിയില്ലാത്ത ഒരു കാര്യം എന്നിലൂടെ പകരുമ്പോൾ എനിക്ക് സംശയമാണ്, ഇതെന്തുകൊണ്ട്? ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് വായിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പഴയ നിയമത്തിൽ തന്നെ നിൽക്കുകയാണ്.
അപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടി, ചോദിക്കണം വേണ്ടായോ എന്നുള്ള ഭയങ്കരമായ ഡൗട്ടോടെ ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചി ഈ വിശ്വാസ ജീവിതത്തിലുള്ളതാണ് ആൻറ്റിയോട് മമ്മിയോട് വിളിച്ച് ചോദിച്ചു, മമ്മി ഇങ്ങനെയൊരു അനുഭവമുണ്ട്, അത് ശരിയാണോ? അതും എനിക്ക് അത് അല്ലാതെ ദുരാത്മാവോ നല്ലാത്മാവോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, മോളെ ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് ഇത് നീ സംശയിക്കേണ്ട കാര്യമില്ല, സന്തോഷത്തോടെ ഏറ്റെടുക്കുക. എൻ്റെ ജീവിതത്തിൽ അന്ന് അനുഭവിച്ചറിഞ്ഞ ആ ഒരു സന്തോഷമുണ്ടല്ലോ തുടർച്ചയായി അനുഭവിക്കുവാൻ തുടങ്ങി. ഞാൻ വിട്ടുകൊടുത്ത ദൈവമാവുന്നു. പലപ്പോഴും അവിടെ ഇരുന്ന് ദർശനങ്ങളെ കണ്ടു. ഞാൻ പറയുന്നത് എന്നെ പൊഴുത്തുവാനല്ല, ഈ ഒരു മൺകൂടാരത്തിന്മേ നമുക്ക് ആർക്കും ഒരു എന്താ പറയുന്നത് നമ്മളുടെ വാല്യൂ അല്ല, അത് നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വലുപ്പമല്ല. ദൈവം നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരും മേലും ആ ശക്തി പകരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതേ ഒരു വിശ്വാസത്തോടെയാണ് എൻ്റെ അതായത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു വെക്കേഷന് വേണ്ടി വന്നതാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവമാണല്ലോ. തിരിച്ചു പോകുന്നത് ഞാൻ പുതിയ വ്യക്തിയായിട്ടാണ്. എൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എൻ്റെ പപ്പയുടെ കയ്യിലേക്ക്, കാരണം പപ്പയ്ക്ക് സ്റ്റിൽ ഹോപ്പുണ്ട് ഞാൻ തിരിച്ചു വരത്തില്ല. പപ്പ പലവട്ടം ഇതിനെതിരിൽ നിന്നു, നിന്നെ ഞാൻ വിടത്തില്ല. ഞാൻ പറഞ്ഞില്ല. എൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, അവൻ എന്നോട് പല മാസങ്ങളും ഉണ്ടാകുന്നു വിഷയത്ത്. അവനാണെങ്കിൽ അകത്ത് കൊണ്ടുവന്ന് ലൗഡ് സ്പീക്കറിൽ പിന്നെ സിനിമ പാട്ട് വെച്ചുകൊണ്ടിരുന്നു. ഹോം തിയേറ്ററാക്കി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്. കാരണം അവൻ ഇഷ്ടമല്ലായിരുന്നു ഞാൻ പെന്തക്കോസ്തിലോട്ട് പോകുമെന്നുള്ളത്. അവർക്കെല്ലാം വേദനയായിരുന്നു. പക്ഷേ ദൈവാത്മാവ് അവിടെ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരടി എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പം പലപ്പോഴും അടിക്കാൻ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ അടിച്ചിരുന്നെങ്കിൽ. കാരണം എൻ്റെ വിശ്വാസം ദൈവനാമത്തിന് വേണ്ടി നീ അടി കൊണ്ടാൽ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ടോ. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ അടിച്ചില്ല. അപ്പൻ അടിക്കാൻ വന്നിട്ട് പെട്ടെന്ന് BP കൂടി പ്രയാസപ്പെട്ടങ്ങ് തിരിച്ചു പോകും. അങ്ങനെ ഓരോ വട്ടം ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മനസ്സിലെ പ്രാർത്ഥന അടിക്കണമെന്നായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ അടിച്ചില്ല. പലരും എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ നടക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഈ വഴി പറഞ്ഞു തരുന്ന പോലെ പരിശുദ്ധാത്മാവ് എന്നോട് അത്രയ്ക്ക് അതിശക്തമായ ദൈവത്തിന്റെ കരങ്ങളെ ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടായിരുന്നില്ല. എന്തായി എൻ്റെ മുന്നിൽ നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ പലതും പഠിപ്പിച്ചു. കാണാത്ത വ്യക്തികളെ കുറിച്ച് ദർശനത്തിൽ തന്നിട്ട് പിന്നീട് അവരോട് സംസാരിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. പല രോഗികളുടെ മണ്ടും പലതെന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല, 2 or 3 രോഗസൗഖ്യങ്ങളെ എൻ്റെ കരങ്ങൾ കൊണ്ട് നടക്കുവാൻ ദൈവം ഇടയാക്കി. പല വെളിപ്പാടുകളും ദൈവം തന്നു. ഈ കൃപാകരങ്ങൾക്കോ ഭാഷാകരങ്ങൾ തന്നു. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരിച്ചു ചെന്നപ്പോൾ എൻ്റെ റൂമിലുണ്ടായിരുന്ന എൻ്റെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വിഷയമാണ്. എൻ്റെ റൂമിൽ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു അഭിഷേകത്തിൻ്റെ ഇത് കണ്ടിട്ട് മറ്റു പലർക്കും പ്രാപിക്കണമെന്ന് ആഗ്രഹം തോന്നി. 7 പേരോളം, ഞങ്ങളുടെ റൂമിൽ 9 പേരാണുള്ളത്, അതിൽ 7 പേരോളം അഭിഷേകത്താൻ കഴിവുണ്ട്. ആരുടെ ബലമാണ്? ആരുടെ ബലമാണ്? ആഗ്രഹിക്കുന്നതിന്റെ മേൽ പകർന്നത് ആരുടെ ശക്തിയാണ്? പിന്നെ ആ റൂമിൽ എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്നറിഞ്ഞു. ഇത് കേട്ടറിഞ്ഞിട്ട് വെളിയിൽ നിന്നുള്ള ആളുകൾ വന്നു തുടങ്ങി. ജൂനിയേഴ്സും സീനിയേഴ്സും വന്നു. എന്താ നിങ്ങളുടെ റൂമിൽ പ്രത്യേകത എന്ന് ചോദിച്ചുകൊണ്ടോ. പിന്നീട് അത് വലിയൊരു പ്രാർത്ഥന ഗ്രൂപ്പായി മാറി. ഈവനിങ് ടൈമിൽ വലിയ പ്രാർത്ഥന ഗ്രൂപ്പ്. വലിയ പാസ്റ്റേഴ്സോ ആരും ഉണ്ടായിരുന്നില്ല. വിശ്വസിച്ച ചെറിയ കൂട്ടങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ അവിടെ ദൈവത്തിൽ പ്രവൃത്തികൾ വളരെയധികം ദുരാത്മാവ് പോലും വിട്ടുപോകുന്ന ഒരു ശുശ്രൂഷയുള്ള ഒരു പ്രാർത്ഥന ഗ്രൂപ്പായിരുന്നു. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ആ പഠനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞും വർഷങ്ങളോളം ആ ഗ്രൂപ്പ് അതുപോലെ തന്നെ പ്രാർത്ഥന ഗ്രൂപ്പായിട്ട് നിന്നു. നാം ഒരാള് വിശ്വസിച്ചാൽ, നാം നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കും. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുവാനുള്ളതാണ്. നമ്മൾ ആരും അതിൻ്റെ അകത്ത് മഹത്വം എന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അത് എന്നെ ദൈവം പഠിപ്പിച്ചതാണ്. ഏതൊരു ആത്മാവിന്മേൽ ഏതൊരു മനുഷ്യന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് പകരാൻ കഴിയുമെന്നും ഏതൊരു വ്യക്തിയും ദൈവം എടുത്ത് ഉപയോഗിക്കുമെന്നും എന്റെ ജീവിതം കൊണ്ട് ദൈവം എന്നെ പഠിപ്പിച്ചു. നമ്മൾ മൺകൂടാരമാണ്. ഇതിന്മേൽ എന്തുണ്ട്? ദൈവത്തിന്റെ അത്യന്ത ശക്തിയുണ്ട്. ആ അത്യന്ത ശക്തി ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾ ഒരു ടൂളായിട്ട് നിന്നു കൊടുത്താൽ മതി, നമ്മളൊരു ഉപകരണമായിട്ട് നിന്നു കൊടുത്താൽ മതി. ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ അയക്കേണ്ടടുത്തൊക്കെയും ദൈവം നമ്മെ കൊണ്ട് അയപ്പിക്കും. പരിശുദ്ധാത്മാവിനും ദൈവത്തിന്റെ കരങ്ങളിലും കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമുക്ക് താഴ്ന്നിരിക്കാം. അതിനായി പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ.